ഫോക്കസ് ഓൺ ഫൈനാൻസിലേക്ക് സ്വാഗതം. അമേരിക്ക ഇന്ത്യക്ക് മേൽ 50% താരിഫ് ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയിലെ കയറ്റുമതി രംഗം ആകെ തകരാൻ പോവുകയാണെന്നും സാമ്പത്തിക വളർച്ച മന്ദീഭവിക്കാൻ പോവുകയാണെന്നും ഇവിടുത്തെ ലേബർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫാക്ടറികളിലൊക്കെ വലിയ തോതിൽ ലേ ഓഫ് വേണ്ടിവരുമെന്നും ഒക്കെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നില്ല. എന്നാൽ ആ പ്രചാരണം എല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന നേട്ടങ്ങൾ അവ എന്തൊക്കെ ആണെന്നും അതുപോലെ തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്നും വിശദീകരിക്കാനാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഉപഭോഗ രംഗത്താണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആകെ തന്നെ ഉപഭോഗത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയുടെ GDP ആഭ്യന്തര ഉൽപ്പാദനം അതിൻ്റെ 61% ഉപഭോഗത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് ഇന്ത്യയെപ്പോലെ വലിയൊരു വിപണിയായതിനാൽ ഉപഭോഗത്തിനിവിടെ വലിയ പ്രസക്തിയുണ്ട് എന്നർത്ഥം. ഈ ഉപഭോഗ വർധനയ്ക്ക് വളരെയേറെ സഹായിക്കുന്നതാണ് സാധനങ്ങൾക്ക് നികുതി കുറഞ്ഞു കിട്ടും എന്നത്. 400-ലേറെ ഉൽപ്പന്നങ്ങൾക്ക് GST കുറയുന്നത് മൂലം വലിയ തോതിൽ തന്നെയാണ് ഉപഭോഗ രംഗത്ത് വർധന പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ചയിലുണ്ടാകുന്ന നേട്ടമാണ്. സാമ്പത്തിക വളർച്ച കഴിഞ്ഞ ഏപ്രിൽ-ജൂൺ കാലയളവിൽ 7% മുകളിലായിരുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ GSTയിലെ ഇളവ് കൂടി വരുന്നതോടുകൂടി നമുക്കൊരു കാര്യം ഉറപ്പാക്കാൻ കഴിയുന്നത് സാമ്പത്തിക വളർച്ചയുടെ കാര്യം എടുത്താൽ സാമ്പത്തിക വളർച്ച രംഗത്ത് വലിയ മുന്നേറ്റത്തിന് തന്നെയാണ് GST ഇളവ് അവസരമൊരുക്കിയിരിക്കുന്നത്. ഏപ്രിൽ-ജൂൺ കാലയളവിലെ കണക്കനുസരിച്ച് 7% മുകളിലായിരുന്നു നമ്മുടെ സാമ്പത്തിക വളർച്ച. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് GST ഇളവിൻ്റെ സാഹചര്യത്തിൽ പരിശോധിക്കുമ്പോൾ സാമ്പത്തിക വളർച്ച 6% താഴേക്ക് പോകാൻ യാതൊരു സാധ്യതയും ഇല്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. അങ്ങനെ GST ഇളവ് സാമ്പത്തിക വളർച്ചയ്ക്കും സഹായകമാകുന്നു എന്ന് ചുരുക്കം. മറ്റൊന്ന്, നമ്മുടെ ഈ GST ഇളവ് മൂലവും അതുപോലെ തന്നെ ആദായ നികുതിയിൽ അടുത്ത കാലത്ത് പ്രഖ്യാപിച്ച ഇളവ് മൂലവും വളരെയേറെ പണം നമ്മുടെ പൊതുവിപണിയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതാണ്ട് 5.5 ലക്ഷം കോടി രൂപ അധികമായിട്ട് നമ്മുടെ വിപണികളിൽ എത്തും. ഇത് വലിയ തോതിൽ കുറഞ്ഞ നികുതി നിരക്കിലാണെങ്കിൽ കൂടി വലിയ തോതിലുള്ള വരുമാനം സർക്കാരിൻ്റെ ഖജനാവിലേക്ക് നൽകും. മറ്റൊന്ന്, ധനക്കമ്മിയാണ്. ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളിൽ ഒന്ന് ധനക്കമ്മിയാണ്. ഈ ധനക്കമ്മിയിൽ വലിയൊരളവ് വരെ മെച്ചമുണ്ടാകാൻ ഇപ്പോഴത്തെ GST ഇളവ് സഹായകമാകുന്നു. GST ഇളവിൻ്റെ മറ്റ് വലിയൊരു നേട്ടം ലഭിക്കുന്ന മേഖല ഇവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ പല കമ്പനികളുടെയും പ്രവർത്തനം മെച്ചപ്പെടുന്നതോടുകൂടി തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കൂടുതൽ ആളുകൾ എത്തുകയും സ്റ്റോക്ക് മാർക്കറ്റിലെ ഇടപാടുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്യും. ഇങ്ങനെ വലിയ തോതിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇടപാടുകൾ വർദ്ധിക്കുകയും മറ്റും ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് കൂടുതൽ ആകർഷകമാകുമ്പോൾ കൂടുതൽ വിദേശ സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ പണം മുടക്കാനായിട്ട് മുന്നോട്ട് വരും. അത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കൂടുതൽ വികാസത്തിന് വഴിതെളിക്കുകയും ചെയ്യും. മറ്റൊന്ന്, ഹൗസ് ഹോൾഡ് സേവിങ്സ്, അതായത് ഗൃഹസമ്പാദ്യത്തിൻ്റെ നല്ല പങ്ക് ഉപഭോഗത്തിനായിട്ട് ചെലവിടാനാണ് അവസരമുണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു 7% വർധന ഈ വർഷം 2025 മാത്രം പ്രതീക്ഷിക്കുന്നുണ്ട്. 2026 അത് അതിനേക്കാൾ വളരെ കൂടുതലായിരിക്കുമെന്നും അതുപോലെ ഒരു കുറഞ്ഞത് 244 ലക്ഷം കോടി രൂപയെങ്കിലും അധികമായിട്ട് ഗൃഹങ്ങളിൽ നിന്ന് ചെലവിടുമെന്നും കണക്കാക്കുന്നുണ്ട്. മറ്റൊരു വലിയ ഇതെന്ന് പറയുന്നത് ആകമാന സമ്പദ് വ്യവസ്ഥയ്ക്കുണ്ടാകുന്ന ആകമാന നേട്ടമാണ്. ഈ ഉപഭോഗ വർധനയിലൂടെയും സാമ്പത്തിക വളർച്ചയിലൂടെയും ധനക്കമ്മി കുറയുന്നതിലൂടെയും ഒക്കെ ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് വലിയൊരു ആകമാന നേട്ടമാണ്. ആ ആകമാന നേട്ടം രാജ്യത്തെ വളരെയേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും. ഇനി നമുക്ക് ഈ നേട്ടത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്, ആ മേഖലകളിൽ ഉൾപ്പെടുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഔഷധ നിർമ്മാണ രംഗത്തും
അതുപോലെ തന്നെ ആരോഗ്യ രക്ഷാ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് വലിയ നേട്ടമാണ് GST ഇളവിലൂടെ ഉണ്ടാകുന്നത്. RPG ലൈഫ് സയൻസസ്, അതുപോലെ തന്നെ ഡോക്ടർ റെഡ്ഡീസ്, റാൻബാക്സി, സിപ്ല തുടങ്ങിയ കമ്പനികൾക്ക് വലിയ തോതിലുള്ള നേട്ടം, ഗണ്യമായ തോതിലുള്ള നേട്ടം GST ഇളവിലൂടെ ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. കൺസ്യൂമർ ഇലക്ട്രോണിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ, അതായത് എയർ കണ്ടീഷണറുകൾ, ടെലിവിഷൻ സെറ്റുകൾ മുതലായവയൊക്കെ നിർമ്മിക്കുന്ന കമ്പനികൾ, അവയ്ക്കും വലിയ തോതിലുള്ള നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ഹാവൽസ്, ബ്ലൂ സ്റ്റാർ, വോൾട്ടാസ് തുടങ്ങിയ കമ്പനികൾ ഈ ഗണത്തിൽ പെടുന്നവയാണ്. ഇവയ്ക്ക് ഗണ്യമായ നേട്ടമാണ് GST ഇളവിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഫുട്വെയർ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും GST ഇളവ് മൂലം വലിയ നേട്ടം ഉണ്ടാകും. അങ്ങനെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന കമ്പനികളിൽ പ്രധാനപ്പെട്ടത് ബാറ്റ ആണ്. ബാറ്റയെ കൂടാതെ റിലാക്സോ എന്ന് പറയുന്ന കമ്പനിക്കും വലിയ നേട്ടം ഉണ്ടാകുമെന്ന് ഓഹരി നിരീക്ഷകരും അതുപോലെ തന്നെ കമ്പനി വിദഗ്ധരും ഒക്കെ തന്നെ കണക്കാക്കുന്നുണ്ട്. വസ്ത്രനിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന റെയ്മണ്ട്സ് പോലുള്ള കമ്പനികൾക്ക് വലിയ നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന വാഹന നിർമ്മാണ രംഗത്തെ കമ്പനിയുടെ കൂട്ടത്തിൽ മാരുതിയുണ്ട്, ഹുണ്ടായി ഉണ്ട്, അതുപോലെ തന്നെ മഹീന്ദ്ര ഉണ്ട്, എസ്കോട്ട്സ് ഉണ്ട്. ഈ കമ്പനികളുടെയൊക്കെ വാഹനങ്ങൾക്ക് വലിയ തോതിൽ പ്രിയം വർദ്ധിക്കും. കാരണം വിലക്കുറവ് മൂലം വലിയ തോതിൽ പ്രിയം വർദ്ധിക്കുമെന്നും അതുമൂലം ഈ കമ്പനികൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നും വിദഗ്ധർ പറയുന്നു. അതുപോലെ സിമൻറ്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് നേട്ടമുണ്ടാകും. കൺസ്ട്രക്ഷൻ മേഖലയ്ക്കും മറ്റും വലിയ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സിമൻറ്റിൻ്റെ നികുതി തന്നെ വളരെയേറെ കുറച്ചിട്ടുണ്ട്. ഈ നിലയ്ക്ക് അൾട്രാടെക് സിമൻറ്റ്, അതുപോലെ തന്നെ അംബുജ സിമൻറ്റ്സ് തുടങ്ങിയ കമ്പനികൾക്കായിരിക്കും അതിൻ്റെ നേട്ടം പ്രധാനമായി ലഭിക്കുക എന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. അതുപോലെ തന്നെയാണ് ഫെർട്ടിലൈസറുകളുടെ നിർമ്മാണ രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ കാര്യവും. കോറമൻഡൽ ഫെർട്ടിലൈസേഴ്സ്, ടാറ്റ കെമിക്കൽസ്, GNFC തുടങ്ങിയ കമ്പനികൾക്ക് വലിയ നേട്ടം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, HDFC ലൈഫ്, മാക്സ് ഫിനാൻഷ്യൽ സർവീസസ് ഇവയ്ക്കും ഒക്കെ തന്നെ വലിയ തോതിലുള്ള സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. സോപ്പ്, ഡിറ്റർജൻറ്റ്, ഷാംപൂ, ഷേവിംഗ് പ്രോഡക്ട്സ്, എയർ ഓയിൽ, ബിസ്ക്കറ്റ് എന്നിങ്ങനെ അതിവേഗ വിൽപ്പനയുള്ള ഉപഭോക്തൃ ഉൽപ്പന്നങ്ങൾ ഇവ നിർമ്മിക്കുന്ന കമ്പനികൾക്കും വലിയ നേട്ടമാണ് GST ഇളവിലൂടെ പ്രതീക്ഷിക്കുന്നത്. ഉദാഹരണത്തിന് ITC, ബ്രിട്ടാനിയ, നെസ്ലെ, ഡാബർ, മാരിക്കോ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ കമ്പനികൾക്കൊക്കെ വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. ബാങ്ക് ഇതര ധനസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ, ഉദാഹരണത്തിന് ബജാജ് ഫിനാൻസ്, അതുപോലെ HDB ഫിനാൻഷ്യൽ, അതായത് നേരത്തെ HDFC ബാങ്കിൻ്റെ ഒരു ഉപസ്ഥാപനമായിരുന്നു HDB ഫിനാൻഷ്യൽ, ബജാജ് ഫിനാൻസ് ഇവയ്ക്കും വലിയ നേട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ബാങ്കുകൾക്ക് ഈ GST ഇളവ് വരുന്നതിലൂടെ സാധനങ്ങൾക്ക് വില കുറയുന്നതിനാൽ വാഹനങ്ങൾ, അതുപോലെ തന്നെ പേഴ്സണൽ ലോണ്, മറ്റു വായ്പകൾ, MSME ലോണ് ഇതിനൊക്കെ വലിയ തോതിൽ ഡിമാൻഡ് ഉണ്ടാകും. ഇങ്ങനെ വലിയ തോതിൽ ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ നേട്ടം സ്വാഭാവികമായിട്ടും വായ്പ എടുക്കാൻ ഇവരെ പ്രേരിപ്പിക്കുകയും അതിൻ്റെ നേട്ടം ബാങ്കുകൾക്ക് ലഭിക്കുകയും ചെയ്യും. ബാങ്കിങ് രംഗത്ത് പ്രവർത്തിക്കുന്ന HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് ഈ GST ഇളവിലൂടെ നേട്ടം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഹോസ്പിറ്റാലിറ്റി രംഗമാണ്, ഹോസ്പിറ്റാലിറ്റി വ്യവസായ മേഖലയാണ് GST ഇളവിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ ബെനിഫിഷ്യറി എന്ന് പറയുന്നത്. ഹോട്ടൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ലെമൺ ഹോട്ടൽസ്, ഇന്ത്യൻ ഹോട്ടൽസ് ഇവയ്ക്ക് ഗണ്യമായ നേട്ടം ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു. മറ്റൊരു വ്യവസായ മേഖല ഊർജ്ജോൽപാദന മേഖലയാണ്. ഊർജ്ജോൽപാദന മേഖലയിലെ വാറി എഞ്ചിനീയേഴ്സ്, ആക്മെ സോളാർ എന്നിവയ്ക്കാണ് കാര്യമായ നേട്ടം പ്രതീക്ഷിക്കുന്നത്. മറ്റ് കമ്പനികൾക്കും നേട്ടമുണ്ടാകാം, എന്നാൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് ഈ കമ്പനികൾക്കാണ്. ചുരുക്കത്തിൽ എത്രയോ കമ്പനികൾക്ക് GST ഇളവ് സൗകര്യപ്രദമായി മാറുന്നു, നേട്ടത്തിൻ്റെ കാലഘട്ടമായി മാറുന്നു.